Dear students, welcome back to a new lecture. Previous lecture നമ്മൾ ഡിസ്കസ് ചെയ്തത് മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് പറ്റിയാണ്. ഇന്ന് നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് ആണ്. അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കേസിൽ നമ്മൾ ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തത്. അവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ പ്രത്യേകമായിട്ടൊരു കണ്ടീഷനൂടെ പറഞ്ഞു, അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഒരു മെട്രിക്സ്, ഒരു വെക്റ്റർ സ്പേസിന് ധാരാളം ബേസിസ് കാണാം. അപ്പോൾ ഈ ഓരോ ബേസിസിന്റെ ടേംസിലും കറസ്പോണ്ടിങ്ലി നമുക്ക് മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ വേർഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ തിയറിയുടെ ഒരു പർട്ടിക്കുലർ കേസാണ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തത്. സോ definition: matrix of a linear transformation. Let T from V to W be a linear transformation where V is an n-dimensional vector space and W is an m-dimensional vector space. Let B is equal to V1, V2, etc. Vn be a basis of V, and C is equal to W1, W2, etc. Wm be a basis of W. Then the matrix of T with respect to the basis B and C, denoted by matrix of T with respect to B and C, is a matrix of the form A11, A12, etc. Last column AM1, M2, etc. AMN, where the first column is the coordinate of T of Vi with respect to the basis C. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വി എൻ ഡബ്ല്യുവും ആർബിട്രറി ആയിട്ട് രണ്ട് വെക്റ്റർ സ്പേസ് ആണ്. ടി എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. വിയുടെ ഡയമെൻഷൻ എന്നും ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എമ്മും ആണ്. അതായത് വിക്ക് ഒരു എൻ എലമെന്റ്സ് ഉള്ള ബേസിസ് ഉണ്ട്, ഡബ്ല്യുവിന് എം എലമെന്റ്സ് ഉള്ള ഒരു ബേസിസ് ഉണ്ട്. അതിൻ്റെ അകത്തെ ഒരു ബേസിസ് ആണ് ബി എന്ന് പറയുന്നത് V1, V2, എക്സെട്ര വി എൻ ക്യാപിറ്റൽ വിയുടെ ഒരു ബേസിസ് ആണ്. സി എന്ന് പറയുന്നത് W1, W2, എക്സെട്ര ഡബ്ല്യുവിന്റെ ഒരു ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ബേസിസ്, മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി ആൻഡ് സി ഇസ് ഡിനോട്ടഡ് ബൈ ദിസ് ഫോം. അതെന്ന് വെച്ചാൽ ഒരു M/N മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ടി ഓഫ് V1 എടുക്കുന്നു, ടി ഓഫ് V1 കണ്ടെത്തുന്നു. ടി ഓഫ് V1 കണ്ടെത്തിയിട്ട് ഇപ്പൊ ടി ഓഫ് V1 അപ്പോൾ ഡബ്ല്യുവിന്റെ അകത്തെ എലമെന്റ് ആണ്, ഡബ്ല്യുവിന്റെ ബേസിസ് ആണ് W1, W2, എക്സെട്ര Wm. അപ്പൊ ടി ഓഫ് V1നെ നമ്മൾ ഈ ബേസിസ് സിയുടെ ടേംസിൽ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുന്നു. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് ഉണ്ട്. ആ കോർഡിനേറ്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് കോളം. ഓക്കെ, അടുത്തതായിട്ട് ടി ഓഫ് V2 എടുക്കുന്നു. ടി ഓഫ് V2 അപ്പോൾ ഡബ്ല്യുവിന്റെ അകത്തെ ഒരു എലമെന്റ് ആണ്. അതിനെ ഈ സി എന്ന് പറയുന്ന ബേസിസിന്റെ ടേംസിൽ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുന്നു. അപ്പോൾ കിട്ടുന്ന കോർഡിനേറ്റ്സ് ആണ് സെക്കൻഡ് കോളം. ഓക്കെ, അങ്ങനെ എക്സെട്ര പ്രൊസീഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ടി ഓഫ് Vn എടുക്കുന്നു. ടി ഓഫ് Vn ഡബ്ല്യുവിന്റെ അകത്തെ എലമെന്റ് ആണ്. അപ്പോൾ ടി ഓഫ് Vn-നെ നമ്മൾ W1, W2, എക്സെട്ര Wm എന്ന് പറയുന്ന വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ സാധിക്കും. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ കിട്ടുന്ന കോർഡിനേറ്റ്സ് ആണ് ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ വെക്ടേഴ്സിന്റെ ഇമേജ് കണ്ടെത്തുക, എന്നിട്ട് ആ ഇമേജിനെ രണ്ടാമത്തെ ബേസിസിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുക. ആ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉള്ള കോർഡിനേറ്റ്സ് എഴുതി അതാണ് നമ്മുടെ മെട്രിക്സ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ജനറലി പറയുന്നത്. ഇനിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ദ കോർഡിനേറ്റ് ഓഫ് ടി ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി ഇൻറ്റു കോർഡിനേറ്റ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. ഇതാണ് നെക്സ്റ്റ് ക്ലാസിക്കൽ ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷൻ തിയറം എന്ന് പറയുന്നത്. സോ മെട്രിക് റെപ്രസെന്റേഷൻ തിയറം പറയുന്നത് ടി എന്നുള്ളത് വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. വി എന്ന് പറയുന്നത് ഒരു n-dimensional വെക്ടർ സ്പേസ്, ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു m-dimensional വെക്ടർ സ്പേസ് ഹാവിംഗ് basis B is equal to V1, V2, etc. Vn, and C is equal to W1, W2, etc. Wm. Then if you take any vector V belongs to capital V, the coordinate of T of V with respect to C, അതായത് നമ്മൾ ടി എന്ന് പറയുന്ന വി എന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. അതിന്റെ രണ്ട് ബേസിസുകളും കറസ്പോണ്ടിങ് ബേസിസുകളാണ് ബി ആൻഡ് സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വെക്ടർ എടുക്കുക, ആർബിട്രറി വെക്ടർ. ആ വെക്ടറിന്റെ ഇമേജ് ആണ് എന്ത്? ടി ഓഫ് വി. അപ്പൊ ടി ഓഫ് വി ഡബ്ല്യുവിന്റെ അകത്തെ എലമെന്റ് ആണ്. ഡബ്ല്യുവിന്റെ അകത്തെ എല്ലാ എലമെന്റ്സിനെയും സിയുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻസ് ആണ് കോർഡിനേറ്റ് ഓഫ് ടി വി വിത്ത് റെസ്പെക്ട് ടു സി എന്ന് പറയുന്നത്. അപ്പൊ കോർഡിനേറ്റ് ഓഫ് ടി വി വിത്ത് റെസ്പെക്ട് ടു സി കിട്ടാൻ വേണ്ടി നമുക്കൊരു എളുപ്പവഴിയുണ്ട്. അതായത് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി എടുക്കുക, തൊട്ട് മുമ്പേ നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് കോർഡിനേറ്റ് ഓഫ് വി, ഒറിജിനൽ വെക്ടർ വിയുടെ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി എടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഓക്കെ, സോ ദിസ് ഈസ് ദ മെട്രിക്സ് റെപ്രസെന്റേഷൻ തിയറം. അപ്പൊ ഇവിടെ നമുക്ക് പ്രൈമറി 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു ഒരു എലമെന്റിന്റെ ഇമേജിന്റെ കോർഡിനേറ്റ് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. അല്ലെങ്കിൽ ഒരു ഒരു വെക്ടർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്ടർ സ്പേസിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നൽകും. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു 2 ഡിഫറെന്റ് ബേസിസ് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രോബ്ലം. ചിലപ്പോൾ ഈ മെട്രിക്സ് തരും, എന്നിട്ട് നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം. അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ പ്രൈമറിലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു പ്രോബ്ലംസ്. So first problem, let B is equal to set ordered pair 1 1 and ordered pair 2 1 and the matrix of T with respect to BB. അതായത് ബി ടി എന്ന് പറയുന്നത് R2 നിന്ന് R2ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിന്റെ ബേസിസ് ആണ് R2ന്റെ ബേസിസ് ആണ് 1 1 2 1 എന്ന് പറയുന്നത്. ആൻഡ് മെട്രിക്സ് ഓഫ് T വിത്ത് റെസ്പെക്ട് ടു BB എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബിയും സിയും സെയിം ആണ്. മെട്രിക്സ് ഓഫ് T വിത്ത് റെസ്പെക്ട് ടു BB തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 1 3 and 2 4 കോളംസ്. അങ്ങനെയാണെങ്കിൽ ഫൈൻ ടി ഓഫ് എക്സ് വൈ, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി തന്നിട്ടുണ്ട്, നമുക്ക് ടി ഓഫ് എക്സ് വൈ കണ്ടെത്തണം, ബേസിസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ടി ഓഫ് വി കണ്ടെത്തണമെങ്കിൽ ടി ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു സി എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ബി, അല്ലെങ്കിൽ ഇവിടെ ബിയും സിയും സെയിം ആയതുകൊണ്ട് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ബി ഇൻറ്റു കോർഡിനേറ്റ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ബേസിസ് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അറിയാം ഈ ബേസിസ് കൊണ്ട് എല്ലാ എലമെന്റ്സ് R2ന്റെ അകത്തെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് R2ന്റെ അകത്തെ ഒരു ആർബിട്രറി എലമെന്റ് ആയിട്ടുള്ള എക്സ് വൈയെ നമ്മൾ ഈ ബേസിസിന്റെ ടേംസിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഈ റിലേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കോർഡിനേറ്റ് കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ റിലേഷൻസ് യൂസ് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ എഴുതുന്നു എക്സ് വൈ ഈസ് ഈക്വൽ ടു a into first basis element 1 1, second base element 2 1. So a into 1 1 plus b into 2 1 എഴുതുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a into 1 plus 2 into b is a plus 2b. Next is a into 1 plus b into 1 is a plus b. ഇത് അപ്പൊ a plus 2b, a plus b is equal to xy എന്ന് കിട്ടും. രണ്ട് കമ്പോണൻസ് ഈക്വൽ ആകുന്ന വെച്ചാൽ കറസ്പോണ്ടിങ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആകുന്ന വെച്ചാൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആകുക. സോ എ പ്ലസ് 2b ഈസ് ഈക്വൽ ടു എക്സ് എന്നും എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഇത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ നമുക്ക് കിട്ടും. ഓക്കെ, സോ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നു, y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു നമുക്ക് y മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ആ എയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് ബി പ്ലസ് 2b എന്ന് കിട്ടും. സോ ഇവിടുത്തെ മൈനസ് ബിയും ഒരു 2bക്ക് അതിന് ഒരു ബി ക്യാൻസൽ ആയി പോകും. സോ വൈ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ബി ആണ് കണ്ടെത്തേണ്ടത്. സോ ബി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഇനി ബിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് എയുടെ വാല്യൂവും കിട്ടും. സോ ഇവിടെ എ ഈസ് ഈക്വൽ ടു വൈ മൈനസ് ബി ആണ്, ബിയുടെ വാല്യൂ എക്സ് മൈനസ് വൈ ആണ്. സോ എ ഈസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. സോ വൈ പ്ലസ് വൈ മൈനസ് എക്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2y മൈനസ് എക്സ് എന്ന് കിട്ടി. സോ നമുക്ക് എക്സ് വൈയുടെ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടി. അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് എ എന്ന് പറയുന്നത് 2y മൈനസ് എക്സ് ആണ്. സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് കണ്ടെത്തേണ്ടത് ടി ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ ടി ഓഫ് എക്സ് വൈ നമുക്ക് മെട്രിക്സ് റെപ്രസെന്റേഷൻ തിയറം അനുസരിച്ച് ടി ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു സി എന്ന് വെച്ചാൽ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി ഇൻറ്റു കോർഡിനേറ്റ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. ഇപ്പൊ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ബി ഉണ്ട്, കോർഡിനേറ്റ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ബി ഉണ്ട്. അപ്പൊ മെട്രിക്സ് ഓഫ് ടി കോർഡിനേറ്റ് ഓഫ് ടി എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് കിട്ടും, വിച്ച് ഈസ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ബി ഇൻറ്റു കോർഡിനേറ്റ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ബി കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 ഇൻറ്റു 2y മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് 3 ഇൻറ്റു 2y മൈനസ് എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് എക്സ് പ്ലസ് 2y എന്ന് കിട്ടി. അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയത് ടി ഓഫ് എക്സ് വൈയുടെ കോർഡിനേറ്റ്സ് ആണ് കിട്ടിയത്. ടി ഓഫ് എക്സ് വൈയുടെ കോർഡിനേറ്റ് ആണ് എക്സ് എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പൊ കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ബേസിസിന്റെ അകത്തെ എലമെന്റ്സിനെ അറിയാം, കോർഡിനേറ്റും അറിയാം, ബേസിസിന്റെ എലമെന്റ്സും അറിയാമെങ്കിൽ കോർഡിനേറ്റ്സ് ഇൻറ്റു ബേസിസിന്റെ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുമ്പോഴാണ് ടി ഓഫ് എക്സ് വൈയുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാരണം നമുക്ക് എല്ലാ ഇമേജിന്റെ കോർഡിനേറ്റ് അറിയാം, ആ ഇമേജിന്റെ ജനറേറ്റ് ചെയ്യുന്ന ബേസിസും അറിയാം. അപ്പോൾ ഇവിടെ കോർഡിനേറ്റ് കിട്ടി.
ആ കോർഡിനേറ്റ് ജനറേറ്റ് ചെയ്യുന്ന ബേസിസ് ഇപ്പൊ ടി ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഫസ്റ്റ് ബേസിസ് എലമെന്റ് ഈസ് 1 1 പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് ഈസ് എക്സ് പ്ലസ് 2y ഇൻറ്റു സെക്കൻഡ് ബേസിസ് വെക്ടർ ഈസ് 2 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദ ആൻസർ ഈസ് 3x പ്ലസ് 4y 2x പ്ലസ് 2y എന്ന് കിട്ടും. ഇതാണ് നമ്മൾക്ക് ടി ഓഫ് എക്സ് വൈ കണ്ടെത്താനുള്ള പ്രൊസീജിയർ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ വിൽ റിപ്പീറ്റ് ദ സ്റ്റെപ്സ് വൺസ് അഗെയിൻ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ മെട്രിക്സ് തന്നിട്ടുണ്ട്, ബേസിസും തന്നിട്ടുണ്ട്, ടി ഓഫ് എക്സ് വൈയുടെ എക്സ്പ്രഷൻ കണ്ടെത്തണം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് വൈയെ ഈ ബേസിസിന്റെ ടേംസിൽ എഴുതുമ്പോൾ ഉള്ള കോർഡിനേറ്റ് കണ്ടെത്തുക. അപ്പൊ ആ കോർഡിനേറ്റ് കണ്ടെത്തിയിട്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻ തിയറം യൂസ് ചെയ്തുകൊണ്ട് ടി ഓഫ് എക്സ് വൈയുടെ കോർഡിനേറ്റ്സ് കണ്ടെത്തുക. ടി ഓഫ് എക്സ് വൈയുടെ കോർഡിനേറ്റ്സ് കണ്ടെത്തി ആ കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. അപ്പോൾ കിട്ടുന്നതാണ് ടി ഓഫ് എക്സ് വൈയുടെ എക്സ്പ്രഷൻ എന്ന് പറയും. Okay, so നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ we can find t of x corresponding to that. So let's move on to another problem. Let b is equal to minus 3 2 4 2 and c is equal to minus 1 2 2 minus 2 and matrix of t with respect to b and c is 2 minus 2 7 minus 3 7. Find t of 11 minus 6. അപ്പോൾ t of minus 11 minus 6 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് ബേസിസും സെയിം അല്ല, രണ്ട് വ്യത്യസ്തമായ ബേസിസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് നോക്കാം. ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 11 മൈനസ് 6നെ നമ്മൾ ഫസ്റ്റ് ബേസിസിന്റെ ടേംസ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ 11 മൈനസ് 6 is equal to a into minus 3 2 b into 4 minus 2 എന്ന് കിട്ടും. സോ മൈനസ് 3a പ്ലസ് 4b 2a മൈനസ് 2b എന്ന് കിട്ടും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3a പ്ലസ് 4b is equal to 11 2a മൈനസ് 2b is equal to മൈനസ് 6 എന്ന് കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്താം. സോ 2a മൈനസ് 2b is equal to മൈനസ് 6. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് 3 is equal to a മൈനസ് b എന്ന് കിട്ടും. സോ a is equal to b മൈനസ് 3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 11 is equal to minus 3 into b minus 3 plus 4b എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് b is equal to 2 എന്ന് കിട്ടും. b is equal to 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് a is equal to minus 1 എന്ന് കിട്ടും. സോ വിച്ച് മീൻസ് നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടി. a is equal to minus 1 എന്നും b is equal to 2 എന്നുള്ളതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. അപ്പം നമുക്ക് നമ്മുടെ എലമെന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് വി എന്നുള്ള എലമെന്റ് ആണ് 11 മൈനസ് 6. അപ്പോൾ വിയുടെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആണ് മൈനസ് 1 2 എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെട്രിക്സ് റെപ്രസെന്റേഷൻ തിയറമാണ്. അപ്പൊ ടി ഓഫ് വിയെ നമുക്ക് ടി ഓഫ് വി വിത്ത് റെസ്പെക്ട് കോർഡിനേറ്റ് ഓഫ് ടി ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു സി എന്ന് വെച്ചാൽ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി സി ഇൻറ്റു കോർഡിനേറ്റ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി സി മൈനസ് 2 7 മൈനസ് 3 7 തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 7 ഇൻറ്റു 2 വിച്ച് ഈസ് 16 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 7 into 2 is actually 70 എന്ന് കിട്ടും. സോ നമുക്ക് ടി ഓഫ് വിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ടി ഓഫ് വിയുടെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ടി ഓഫ് വിയുടെ കോർഡിനേറ്റ്സ് ആണ് കിട്ടിയത്. അപ്പൊ ടി ഓഫ് വിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. p is equal to 11 മൈനസ് 6 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ടി ഓഫ് അതിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അതിനെ ആ ടി ഓഫ് വിയെ നമ്മൾ എന്താണ് കോർഡിനേറ്റ്സിന്റെ ടേംസിൽ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. ഇവിടെ രണ്ടാമത്തെ ബേസിസ് ബി സെയിം അല്ല, രണ്ടാമത്തെ ബേസിസ് എന്ന് പറയുന്നത് സി ആണ്. സോ 16 ഇൻറ്റു മൈനസ് 1 2 പ്ലസ് 17 ഇൻറ്റു 2 മൈനസ് 2 ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, സോ കാരണം നമ്മൾ തൊട്ടു മുമ്പത്തെ പ്രോബ്ലത്തിൽ അത് രണ്ട് ബേസിസും സെയിം ആണ്. ഇവിടെ രണ്ടാമത്തെ ഇമേജിനെ ആ ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതേണ്ടത്. അവിടുത്തെ ബേസിസ് എന്ന് വെച്ചാൽ സി ആണ്. അപ്പൊ സിയുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം. സോ 16 ഇൻറ്റു മൈനസ് 1 2 പ്ലസ് 7 ഇൻറ്റു 2 മൈനസ് 2 എന്ന് കിട്ടും. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 18 മൈനസ് 2 എന്ന് കിട്ടും. അതായത് നമ്മുടെ ടി ഓഫ് 11 മൈനസ് 6 എന്ന് വെച്ചാൽ 18 മൈനസ് 2 ആണ്. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. ആദ്യം 11 മൈനസ് 6നെ ഫസ്റ്റ് ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതിയിട്ട് കോർഡിനേറ്റ്സ് കണ്ടെത്തുക. എന്നിട്ട് ടി ഓഫ് വിയുടെ കോർഡിനേറ്റ്സ് കണ്ടെത്തുക വിച്ച് ഈസ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്ക് ടി ഓഫ് വിയുടെ കോർഡിനേറ്റ്സ് കിട്ടും. ആ ടി ഓഫ് വിയുടെ കോർഡിനേറ്റ്സിൽ നിന്നും അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുക. അപ്പോൾ രണ്ടാമത് എടുക്കേണ്ട ബേസിസ് സി എന്ന് പറയുന്ന ബേസിസ് ആണ്. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോഴാണ് ടി ഓഫ് 11 മൈനസ് 6 എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കിട്ടുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ പ്രോബ്ലം. ഇത്രയും നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ നിന്ന് കിട്ടുക എന്നുള്ളതായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ബേസിസ് തന്നിട്ടുണ്ട്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്, മെട്രിക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം. Let f of xy z is equal to x plus z
y minus z, where b is equal to 1 0 1 and 0 1 1 1 1 0 and c is equal to 1 0 0 1 be the two bases. Find matrix of t with respect to b and c. അപ്പോൾ t R3 നിന്ന് R2ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പം ഇതിന്റെ മെട്രിക്സ് കണ്ടെത്തണം. അപ്പം നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തെ ഓരോ എലമെന്റ് ബിക്കകത്തെ ഓരോ എലമെന്റിന്റെയും ഇമേജ് കണ്ടെത്തുന്നു. ഓക്കെ, ആ ഇമേജിനെ നമ്മൾ സി എന്ന് പറയുന്ന ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അതിനെ കോളം വെച്ച് എഴുതുമ്പോഴാണ് നമുക്ക് ആ മെട്രിക്സ് കിട്ടുന്നത്. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. ആദ്യം ഇതിൻ്റെ അകത്തെ ബി എന്ന് പറയുന്നത് ഡൊമൈൻ്റെ ബേസിസിന്റെ അകത്തെ ഓരോ എലമെന്റിന്റെയും ഇമേജ് കണ്ടെത്തുന്നു, അതിനെ റേഞ്ചിന്റെ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതുന്നു, എന്നിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തുന്നു, ആ കോർഡിനേറ്റ്സിനെ കോളം വൈസ് എഴുതുന്നു. അപ്പൊ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ടി ഓഫ് 1 0 1 കണ്ടെത്തണം. ടി ഓഫ് 1 0 1 ഈസ് എക്സിന് 1ഉം വൈക്ക് 0യും ഇസഡിന് 1ഉം കൊടുക്കുമ്പോൾ 1 + 1 is 2 ആൻഡ് 0 - 1 is -1, സോ 2 - 1 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് ടി ഓഫ് 0 1 1 കണ്ടെത്തുക. സോ ഇവിടെ വൈക്കും ഇസഡിനും 1 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക, സോ 1 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് ടി ഓഫ് 1 1 0 എന്ന് കിട്ടും. ടി ഓഫ് 1 1 0 എക്സിനും വൈക്കും 1 കൊടുക്കുക, ഇസഡിന് 0 കൊടുക്കുക, ദാറ്റ് ഈസ് 1 1 എന്ന് കിട്ടും. സോ നമുക്ക് 3 എലമെന്റ്സും കിട്ടി, 3 ഇമേജസും കിട്ടി. ഇനി നമ്മൾ ഈ ഇമേജിനെ നമ്മൾ 1 0 0 1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബേസിസിന്റെ ടേംസിൽ എഴുതുക. ഓക്കെ, അപ്പൊ 2 - 1നെ 2 × 1 0 പ്ലസ് -1 × 0 1 എന്ന് എഴുതാം, കാരണം സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അടുത്തത് 1 0യെ 1 × 1 0 പ്ലസ് 0 × 0 1 എന്ന് എഴുതാൻ പറ്റും. അടുത്തത് 1 1നെ 1 × 1 0 പ്ലസ് 1 × 0 1 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട് ഈ ആൻസറിനെ നമുക്ക് കോളം വൈസ് ഡയറക്റ്റ്ലി എഴുതിയാൽ മതി, നമുക്ക് മെട്രിക്സ് കിട്ടും. സോ മെട്രിക്സ് ഈസ് ഫസ്റ്റ് കോളം 2 - 1, സെക്കൻഡ് കോളം 1 0, തേർഡ് കോളം ഈസ് 1 1 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ദ ബേസിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത്. Let's move on to another problem. So ഇവിടെ let b is equal to 2 0 1 0 2 1 and 1 2 1 be a basis of R3 and b dash is equal to 1 0 0 1 0 1 0 1 1 0 1 0 1 1 0 0 be a basis of R4. Let t of x y z is equal to this is the linear transformation. Find t of 1 2 3 and matrix of t with respect to b and b dash. t of 1 2 3 നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. എക്സിന് 1 എന്നും വൈക്ക് 2 എന്നും ഇസഡിന് 3 എന്നും കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 2 × 1 is 2, വൈക്ക് 2 കൊടുക്കും, എക്സിന് 1 വൈക്ക് 2 കൊടുക്കുമ്പോൾ x + y is 1 + 2 3. Next is y + z. y plus z is 2 plus 3 is equal to 5 and x plus z is 1 plus 3 is equal to 4 എന്ന് കിട്ടും. സോ അങ്ങനെ ടി ഓഫ് 1 2 3 കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ബി ഡാഷ് ആണ്. അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന ബേസിസിന്റെ അകത്തെ ഓരോ എലമെന്റ്സും എടുക്കുക, ആ എലമെന്റ്സിന്റെ ഇമേജസ് കണ്ടെത്തുക, ആ ഇമേജസിനെ ബി ഡാഷിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക, അതിന്റെ കോർഡിനേറ്റ്സിനെ കോളം വൈസ് എഴുതുമ്പോഴാണ് ഈ മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, ലെറ്റ്സ് പ്രൊസീഡ്. സോ ആദ്യം ടി ഓഫ് 1 2 നമ്മൾ ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈസ് നമ്മൾ ആദ്യം നമ്മുടെ വെക്ടേഴ്സ് ബേസിസിൻ്റെ വെക്ടേഴ്സിനെ v1 v2 v3 എന്ന് കൊടുത്തു. ആദ്യം ടി ഓഫ് v1 കൊടുത്തു. ടി ഓഫ് 2 0 1 കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എക്സിന് 2 എന്നും വൈക്ക് 0 എന്നും ഇസഡിന് 1 എന്നും കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 4 2 1 3 എന്ന് കിട്ടും. അത് എലമെന്ററി സിംപ്ലിഫിക്കേഷൻ ആണ്. ടി ഓഫ് v2 എക്സിന് 0 എന്നും വൈക്ക് 2 എന്നും ഇസഡിന് 1 എന്നും കൊടുക്കുമ്പോൾ 0 2 3 1 എന്ന് കിട്ടും. ടി ഓഫ് v3 എക്സിന് 1 എന്നും വൈക്ക് 2 എന്നും ഇസഡിന് 1 എന്നും കൊടുക്കുമ്പോൾ ആൻസർ 2 3 3 2 എന്ന് കിട്ടും. അത് എലമെന്ററി. ഇവിടെ എക്സിന് വൈക്ക് ഇസഡിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് ആ വാല്യൂസ് കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് ഇനിയും ഈ എലമെന്റിന് അപ്പൊ ഇവിടെ 3 ഇമേജസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 ഇമേജസിനെയും നമുക്ക് രണ്ടാമത്തെ ബേസിസ് ബി ഡാഷിന്റെ ടേംസിൽ എഴുതാൻ സാധിക്കണം. അതായത് ഫസ്റ്റ് എലമെന്റ് ഈസ് 4 2 1 3. 4 2 1 3യെ ബി ഡാഷിന്റെ അകത്ത് എലമെന്റ് 1 0 0 1 0 1 0 1 1 0 1 0 1 1 0 0 ആണ്. ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, ഇതിനെ കോളം വൈസ് തന്നെ തിരിച്ചെഴുതിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടിയേനെ. ഇവിടെ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ 4 2 1 3 is equal to a into ഫസ്റ്റ് വെക്ടർ പ്ലസ് ബി into സെക്കൻഡ് വെക്ടർ പ്ലസ് സി into തേർഡ് വെക്ടർ പ്ലസ് ഡി into ഫോർത്ത് വെക്ടർ. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ a into 1 പ്ലസ് സി into 1 plus d into 1. So first component is a plus c plus d എന്ന് കിട്ടും. Next is b into 1
പ്ലസ് ഡി ഇൻറ്റു വൺ. അപ്പോൾ സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. തേർഡ് കമ്പോണൻറ്റ് ഈസ് സി ഇൻറ്റു വൺ മാത്രം. ഫോർത്ത് കമ്പോണൻറ്റ് ഈസ് എ പ്ലസ് ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് എ പ്ലസ് സി പ്ലസ് ഡി, ബി പ്ലസ് ഡി, സി, എ പ്ലസ് ഡി ആണ് 4, 2, 1, 3 എന്ന് കിട്ടുക. സോ ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആകുക എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആകുക. സോ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു 4 എന്നും, ബി പ്ലസ് ഡി ഈക്വൽ ടു 2 എന്നും, സി ഈക്വൽ ടു 1 എന്നും, എ പ്ലസ് ബി ഈക്വൽ ടു 3 എന്നും കിട്ടും. അപ്പോൾ സി ഡയറക്ട്ലി കിട്ടി. സിയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. ഇനി നമുക്ക് ബാക്കി എക്സ്പ്രഷൻസ് നമുക്ക് കണ്ടെത്തണം. സോ നമുക്ക് സിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എ പ്ലസ് 1 പ്ലസ് ഡി ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ പ്ലസ് ഡി ഈക്വൽ ടു 3 എന്നാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ബി പ്ലസ് ഡി ഈക്വൽ ടു 2 ആണ്. സോ ബി ഈക്വൽ ടു 2 മൈനസ് ഡി എന്ന് കിട്ടും. ഇനിയും ഇതിന്റെ വാല്യൂ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് എ പ്ലസ് ബി ഈക്വൽ ടു 3 ആണ്. ഇനിയും ഇവിടെ ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. സോ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ബി ഈക്വൽ ടു 2 മൈനസ് ഡി ആണ്. സോ 3 ഈക്വൽ ടു എ പ്ലസ് 2 മൈനസ് ഡി എന്ന് കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ പ്ലസ് ഡി ഈക്വൽ എ മൈനസ് ഡി ഈക്വൽ ടു 1 എന്ന് കിട്ടും. കാരണം ഈ 2 അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ എ പ്ലസ് ഡി ഓൾറെഡി നമുക്കറിയാം. എ പ്ലസ് ഡി ഈക്വൽ ടു നമ്മൾ 3 എന്ന് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എ മൈനസ് ഡി ഈക്വൽ ടു 1 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എയും എയോട് കൂട്ടുമ്പോൾ 2a എന്നും, ഡിയും മൈനസ് ഡിയോട് കൂട്ടുമ്പോൾ ക്യാൻസൽ ആയി പോകുമ്പോൾ 2a ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതിൽ നിന്നും ഇവിടെ നിന്ന് ഡി ഈക്വൽ ടു 3 മൈനസ് എ ആണ്. സോ എ ഈക്വൽ ടു 2 ആയതുകൊണ്ട് ഡി ഈക്വൽ ടു 3 മൈനസ് 2 ഈസ് 1 എന്ന് കിട്ടും. സിമിലർലി നമ്മുടെ ബിയുടെ വാല്യൂസ് നമുക്ക് കിട്ടും. സോ നമുക്ക് എ ബി സിയുടെ വാല്യൂ കിട്ടി. അതാണ് അതിനെ കോളം വൈസ് എഴുതുമ്പോഴാണ് കോർഡിനേറ്റ്സ് കിട്ടുന്നത്. ടി ഓഫ് ഇ വണ്ണിന്റെ കോർഡിനേറ്റ്സ് ഈസ് 2, 1, 1, 1 എന്ന് കിട്ടും. ഇനിയും അപ്പോൾ ഫസ്റ്റ് വെക്ടറിന്റെ മാത്രം കോർഡിനേറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത സെക്കൻഡ് വെക്ടറിന്റെ കോർഡിനേറ്റ് കിട്ടണം. അതായത് 0, 2, 3, 1. അവിടെയും അതിനെ എ ഇൻറ്റു ഫസ്റ്റ് വെക്ടർ, ബി ഇൻറ്റു ദിസ് വെക്ടർ, സി ഇൻറ്റു ദിസ് വെക്ടർ, ഡി ഇൻറ്റു ദിസ് വെക്ടർ എന്ന് എഴുതുക എന്നുള്ളതാണ്. അവിടെയും ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് സെയിം തന്നെയായിരിക്കും. ആകെ കൂടെ ചേഞ്ച് വരുന്ന ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വെക്ടർ മാറുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അവിടെയും 0, 2, 3, 1 എന്നുള്ളത് ഈ വെക്ടറാണ്. സോ അതിൽ നിന്ന് ഫസ്റ്റിൽ തന്നെ സി ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. എ പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ബി പ്ലസ് ഡി ഈക്വൽ ടു 2 എന്ന് കിട്ടും. എ പ്ലസ് ബി പ്ലസ് ഡി ഈക്വൽ ടു എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. തൊട്ട് മുമ്പേ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്യുന്നു. അതായത് സി ഈക്വൽ ടു 3 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. അപ്പോൾ 0 ഈക്വൽ ടു എ പ്ലസ് 3 പ്ലസ് ഡി എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ പ്ലസ് ഡി ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷനകത്ത് നിന്ന് ബി കണ്ടെത്തുന്നു. ബി ഈക്വൽ ടു ഡി മൈനസ് 2 അതായത് 2 മൈനസ് ഡി എന്ന് കിട്ടുന്നു. എന്നിട്ട് അത് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. സോ 1 ഈക്വൽ ടു എ പ്ലസ് 2 മൈനസ് ഡി, ദാറ്റ് ഈസ് എ മൈനസ് ഡി ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. എ പ്ലസ് ഡി ഉണ്ട്, എ മൈനസ് ഡി ഉണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2a ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. സോ എ ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. ഇനിയും ആ എയുടെ വാല്യൂ ഈ രണ്ടിൽ ഏതെങ്കിലും ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഡിയുടെ വാല്യൂ കിട്ടും. അത് എ പ്ലസ് ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. സോ ഇവിടുത്തെ -2, -1, 3, 3 എന്നുള്ളതാണ് അതിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുക. സോ അതിനെ കോളം വൈസ് എഴുതുമ്പോൾ ടി ഓഫ് V2ന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. മൂന്നാമത്തേത് ഇവിടുത്തെ മൂന്നാമത്തെ വെക്ടർ എന്ന് പറയുന്നത് 2, 3, 3, 2 ആണ്. സോ ഇതിനെ നമുക്ക് എ ഇൻറ്റു ഈ രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആകെക്കൂടെ വ്യത്യാസം 2, 3, 3, 2 ആണെന്നുള്ളതേ ഉള്ളൂ. സോ ഇക്വേഷൻ ഈസ് എ പ്ലസ് C plus D is equal to 2. Next is B plus D is equal to 3. Next is C is equal to 3. Next is A plus B is equal to 3 എന്നുള്ളതായി വെക്ടർ. അതാണ് ഈ രൂപത്തിൽ എഴുതിയേക്കുന്നത്. തൊട്ട് മുമ്പേ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. C is equal to 3 ആണ്. C ഫസ്റ്റ് ഇക്വേഷൻ അകത്ത് കൊടുക്കുമ്പോൾ A plus 3 plus D is equal to 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് A plus D is equal to 2 മൈനസ് 3 വിച്ച് ഈസ് മൈനസ് 1 എന്ന് കിട്ടും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ അകത്ത് നിന്ന് B കണ്ടെത്തുക. ദാറ്റ് ഈസ് 3 മൈനസ് D. ഇനിയും അത് നമ്മൾ നാലാമത്തെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സോ 2 ഈസ് ഈക്വൽ ടു എ പ്ലസ് 3 മൈനസ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ടി എന്ന് കിട്ടും. എ മൈനസ് ടി ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ഈസ് മൈനസ് 1 എന്ന് കിട്ടും. എ പ്ലസ് ടി മൈനസ് 1 ആണ്, എ മൈനസ് ടി മൈനസ് 1 ആണ്. സോ കൂട്ടുമ്പോൾ 2a ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. സോ എ പ്ലസ് മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. ഡി ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് ഡി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. സോ അവിടുത്തെ കോർഡിനേറ്റ്സ് -1, 3, 3, 0 എന്നുള്ളതാണ്. അപ്പം 3 വെക്ടറിന്റെയും കോർഡിനേറ്റ്സ് കിട്ടി. ഇതിനെ കോളം വൈസ് എഴുതുമ്പോഴാണ് നമുക്ക് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ബി ഡാഷ് ഈസ് ഫസ്റ്റ് കോളം,
T of V1 with respect to B dash, second column T of V2 with respect to B dash, and third column T of V3 with respect to B dash. ഇങ്ങനെയാണ് ഇത്തരം പ്രോബ്ലംസ് ചെയ്യുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. കൂടുതൽ പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തുണ്ട്. താങ്ക് യു.